നമസ്കാരം. ശബരിമല സന്നിധാനത്ത് സ്വർണ്ണക്കൊള്ള വാർത്ത പുറത്തു വന്നതിന് ശേഷം ശബരിമല സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലും അതീവ സുരക്ഷയും ജാഗ്രതയുമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഈ സുരക്ഷയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇക്കഴിഞ്ഞ മകരവിളക്ക് ദിവസം, അതായത് 2 ആഴ്ച മുമ്പ് ശബരിമല സന്നിധാനത്ത് ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടന്നതായിട്ടുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇതേറെ വിവാദം ഉണ്ടാക്കിയ ഒരു വാർത്ത കൂടിയായിരുന്നു. എന്നാൽ ചിത്രത്തിൻ്റെ സംവിധായകനായ അനുരാജ് മനോഹർ ഈ ഒരു ആരോപണം നിഷേധിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞത് പമ്പയിൽ ഹിൽ ടോപ്പിലാണ് ചിത്രത്തിൻ്റെ ചിത്രീകരണം നടന്നത്. അത് മതിയായ പെർമിഷൻ, പോലീസിൻ്റെയൊക്കെ പെർമിഷനോട് കൂടിയാണ് അത്തരത്തിൽ ചിത്രീകരണം നടന്നത് എന്നാണ് ഇതിൻ്റെ സംവിധായകൻ വെളിപ്പെടുത്തിയത്. എന്നാൽ തൊട്ടു പിന്നാലെ വനം വകുപ്പ് ഇതിന് പെർമിഷൻ ഇല്ല. കാര്യം ഈ ഹിൽ ടോപ്പ് എന്ന് പറയുന്നത് പെരിയാർ ടൈഗർ റിസർവിൽ ഉൾപ്പെട്ട വനപ്രദേശമാണ്. ആ ഭാഗത്ത് ചിത്രീകരിക്കുന്നതിന് വനം വകുപ്പിൻ്റെ പ്രത്യേകമായ അനുമതി വേണം. പക്ഷേ ആ ഭാഗത്ത് ഇത്തരത്തിലുള്ള ചിത്രീകരണം നടക്കുമ്പോൾ വനം വകുപ്പ് ഇത് അറിഞ്ഞിരുന്നില്ല, അവരുടെ അനുമതി എടുത്തിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടി ഈ സംവിധായകനെതിരെ കേസെടുത്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഞെട്ടിക്കുന്ന ചില വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജയകുമാർ ദേവസ്വം വിജിലൻസിനോട് ആവശ്യപ്പെട്ടിരുന്നു. അതനുസരിച്ച് ഇന്ന് വിജിലൻസ് SP പ്രത്യേക റിപ്പോർട്ട് ജയകുമാറിന് സമർപ്പിക്കുകയുണ്ടായി. ഇതിൻ പ്രകാരം ശബരിമല സന്നിധാനത്തും ഷൂട്ടിംഗ് നടന്നതായാണ് ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. സന്നിധാനത്ത് മാത്രമല്ല, സന്നിധാനത്തിൻ്റെ പരിസര പ്രദേശങ്ങളിലും ഒപ്പം ഹിൽ ടോപ്പിലും ഒക്കെ ഷൂട്ടിംഗ് നടന്നതായി വിജിലൻസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് അതീവ സുരക്ഷയുള്ള സന്നിധാനത്ത് ഇത്തരത്തിലുള്ള ഒരു ഷൂട്ടിംഗ് പെർമിഷൻ ലഭിച്ചത് എന്ന് ഇനി വെളിപ്പെടേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തു വന്നതോടുകൂടി മാധ്യമങ്ങൾക്കടക്കം വലിയ നിയന്ത്രണമാണ് ഇപ്പോൾ സന്നിധാനത്തുള്ളത്. ഈ കഴിഞ്ഞ മകരവിളക്ക് ദിവസം പോലും പരിമിതമായ ക്യാമറകളും റിപ്പോർട്ടർമാരെയും മാത്രമാണ് സന്നിധാനത്തേക്ക് അനുവദിച്ചത്. ഓൺലൈൻ ചാനലുകളെ പൂർണ്ണമായും സന്നിധാനത്ത് നിന്ന് മാറ്റി നിർത്തിയിരുന്നു. സാറ്റലൈറ്റ് ചാനലുകളിൽ തന്നെ അക്രഡിറ്റേഷനുള്ള ജേർണലിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ മുതിർന്ന മാധ്യമപ്രവർത്തകർക്ക് മാത്രമാണ് സന്നിധാനത്തേക്ക് പ്രവേശനം ഉണ്ടായിരുന്നത്. അതും പഴയതുപോലെ 3-4 ക്യാമറ ഉപയോഗിച്ചുള്ള തത്സമയം ഒന്നും സന്നിധാനത്ത് നിന്ന് അനുവദിച്ചിരുന്നില്ല. സോപാനത്തിൻ്റെ ഭാഗത്തേക്ക് ക്യാമറകൾ പരിമിതമാക്കാനുള്ള നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. ഈ ഭാഗത്തേക്ക് ലൈവ് സംവിധാനത്തിന് വേണ്ടിയുള്ള കേബിളുകൾ വലിക്കുകയോ അതല്ലാതെ ക്യാമറ ട്രൈപോഡിൽ സ്ഥാപിച്ച് ചിത്രീകരിക്കാനോ പാടില്ല എന്നുള്ള പ്രത്യേക നിർദ്ദേശങ്ങളൊക്കെ ദേവസ്വം ബോർഡ് മകരവിളക്കിന് മുമ്പ് തന്നെ ഇറക്കിയിരുന്നു. ഇത്രയധികം കഠിനമായ നിയന്ത്രണങ്ങളുള്ള ഒരു സ്ഥലത്താണ് ഒരു സിനിമയുടെ ഷൂട്ടിംഗ് സന്നിധാനത്ത് നടന്നു എന്ന് പറയുന്നെങ്കിൽ അതിൽ അതീവ ഗുരുതരമായ ലംഘനങ്ങളുണ്ട് എന്നത് തന്നെ കണക്കാക്കാം. നമ്മൾ മുമ്പും ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വാർത്തകൾ ചർച്ച ചെയ്യുന്ന വേളയിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ശബരിമലയിലെ പ്രധാനപ്പെട്ട ഇഷ്യൂ 1-2 വമ്പൻ സ്രാവുകളിൽ ഒതുങ്ങുന്നതല്ല, ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്തിരിക്കുന്നവരിൽ മാത്രം ഒതുങ്ങുന്നതുമല്ല. പ്രത്യേകിച്ചും ദേവസ്വം ബോർഡിലെ ഒരു കൂട്ടം ഉദ്യോഗസ്ഥ വൃന്ദം, അവരാണ് ഈ ശബരിമല ഭരിക്കുന്നത്. അത് ഇനിയെങ്കിലും കൃത്യമായി മനസ്സിലാക്കി അതിലൊരു കൃത്യമായ നടപടി ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള നീക്കുപോക്കുകൾ അവിടെ അവസാനിക്കാൻ പറ്റൂ. കാര്യം മുമ്പും നമ്മളെ പല വാർത്തകൾ, ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട പല വാർത്തകളിലും ഇത് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ്. ശബരിമലയിൽ പ്രത്യേകിച്ച് ഒരു സിസ്റ്റം ഇല്ല. അവിടെ ഒരു വർഷത്തെ തീർത്ഥാടനത്തിന് വേണ്ടി വരുന്ന ഉദ്യോഗസ്ഥരാണ് പലരും. അവരുണ്ടാക്കിയെടുക്കുന്ന ഒരു സിസ്റ്റമാണ് പിന്നീട് അവിടുത്തെ നിയമവും നിയന്ത്രണവും ഒക്കെ ആയി മാറുന്നത്. ഇതിൽ അവർക്ക് സഹായിക്കേണ്ടവരെ അവർ സഹായിക്കും, അവർക്ക് ആരെങ്കിലും വെട്ടി നിർത്തണമെങ്കിൽ അതും അവർ ചെയ്യും. ഈ മാധ്യമങ്ങളിൽ തന്നെ അവർ അങ്ങനെ ഒരു പക്ഷപാതം കാണിച്ചിട്ടുണ്ട്. കാര്യം തത്വമയി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ സത്യം പുറത്തു കൊണ്ടുവന്നതിൻ്റെ പേരിൽ മാത്രം സന്നിധാനത്തെ ഷൂട്ടിംഗ് പെർമിഷനൊക്കെ വലിയ കർശന നിയന്ത്രണങ്ങളാണ് ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ അതേ സ്ഥാനത്ത് തന്നെ മറ്റു പലർക്കും ദേവസ്വം ബോർഡിന് ഒത്താശ ചെയ്ത് അവരുടെ സ്തുതിപാഠകരായിട്ടുള്ള ചില മാധ്യമങ്ങൾക്ക് ശബരിമലയിൽ എവിടെ വേണോ കയറി ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻസും ദേവസ്വം ബോർഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമാ ഷൂട്ടിംഗ് അവിടെ എങ്ങനെ നടന്നു? മാത്രമല്ല, ഈ മകരവിളക്ക് ദിവസം തത്വമയി അവിടെ കണ്ട ഒരു കാഴ്ചയും കഴിഞ്ഞ ദിവസം ഏറെ വൈറലായി മാറിയ ഒരു വാർത്തയായിരുന്നു. ഒരു വ്ളോഗർ മുകേഷ് എന്ന് പറയുന്ന ഒരാൾ, ഫുഡ് വ്ളോഗും ഈ മദ്യത്തിൻ്റെയൊക്കെ ബ്രാൻഡ് അംബാസഡറായി നിൽക്കുന്ന ഒരു വ്ളോഗറാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ പോലും ഈ ശബരിമല പോകുന്നതിന് 2 ദിവസം മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. 41 ദിവസത്തെ വ്രതത്തിന് ശേഷമാണ് നാളെ ഞാൻ സന്നിധാനത്തേക്ക് പോകുന്നതെന്നൊക്കെ ചൂണ്ടിക്കാട്ടി ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. പക്ഷേ ആ പോസ്റ്റിൻ്റെ കുറച്ച് ബാക്കിലോട്ടുള്ള പോസ്റ്റുകൾ പരിശോധിച്ചാൽ അതിൻ്റെ 3-4 ദിവസം മുമ്പ് വരെ പുള്ളി ഹോട്ടലുകളിൽ ഇരുന്ന് മാംസാഹാരം ഭക്ഷിക്കുന്നതും മദ്യം സേവിക്കുന്നതും മദ്യവും മദിരാക്ഷിയുമായി ആഘോഷങ്ങൾ പങ്കിടുന്നതിൻ്റെയും ഒക്കെ കാഴ്ചകൾ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എങ്ങനെയാണ് 41 ദിവസത്തെ വ്രതവുമായി അദ്ദേഹം സന്നിധാനത്ത് എത്തിയെന്നുള്ളത് അദ്ദേഹം വിശദീകരിക്കേണ്ടിയിരിക്കുന്നു. അതൊരു മറ്റൊരു വിഷയമാണ്. പക്ഷേ ഇവിടെ പറഞ്ഞു വന്നത്, സൂചിപ്പിച്ചത് ഇത് മാത്രമേ ഉള്ളൂ.
ആവശ്യക്കാരായ ഇഷ്ടക്കാരായ വ്ളോഗർമാർക്കും സിനിമാക്കാർക്കുമൊക്കെ സന്നിധാനത്ത് യഥേഷ്ടം ഇപ്പോഴും നിരങ്ങാനുള്ള ഒരു സ്പേസ് അവിടെ ദേവസ്വം ബോർഡിലുണ്ട്. ദേവസ്വം ബോർഡിൽ അത്തരത്തിലുള്ള ആൾക്കാർ ഇനിയുമുണ്ട്. കാര്യം ഇവരെയൊക്കെ അവിടെ അനുവദിക്കുകയും കയറി എന്ത് തോന്നിവാസം വേണോ ചെയ്യാൻ കണക്കാക്കി അനുമതി കൊടുക്കുന്നത്. എന്നാൽ കൃത്യമായി സത്യസന്ധമായി വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങൾക്ക് മാത്രമാണ് അവിടെ കർശന നിയന്ത്രണവും ഹൈക്കോടതിയുടെ പ്രത്യേക ഇടപെടലുമൊക്കെ വരുന്നത്. ഈ ഹൈക്കോടതി ഇടപെടൽ എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം ദേവസ്വം ബോർഡ് ഒരു പ്രത്യേക പെട്ടെന്നൊരു ഇറക്കിയിരുന്നു, ഒരു പത്രക്കുറിപ്പ് ഇറക്കിയിരുന്നു. അതായത് സന്നിധാനത്ത് റിപ്പോർട്ടിങ്ങിനെത്തുന്ന മാധ്യമങ്ങളിൽ അക്രഡിറ്റഡ് ജേർണലിസ്റ്റുകൾക്ക് മാത്രമേ ഇനി റിപ്പോർട്ടിംഗ് സ്വാതന്ത്ര്യമുണ്ടാകൂ. മാത്രമല്ല അല്ലെങ്കിൽ ഇത് ഈ പറയുന്നത് പോലെ കൃത്യമായ വാർത്താവിനിമയ വകുപ്പിൻ്റെ ലൈസൻസോ അല്ലെങ്കിൽ RNE രജിസ്ട്രേഷനുള്ള ന്യൂസ് പേപ്പറുകളുടെ റിപ്പോർട്ടർമാർക്കും ഫോട്ടോഗ്രാഫർമാർക്കും മാത്രമേ സന്നിധാനത്തേക്ക് പ്രവേശനമുള്ളൂ എന്ന്. പക്ഷേ ഓൺലൈൻ ചാനലുകളെ അപ്പോൾ പൂർണ്ണമായും ഇതിൽ നിന്ന് മാറ്റി നിർത്തേണ്ടി വരും. കാര്യം അവരാണല്ലോ കൃത്യമായി വാർത്തകൾ പലപ്പോഴും പുറത്തു കൊണ്ടുവരുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചില നിയമങ്ങൾ അവിടെ കൊണ്ടുവന്നു. ഇത് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണെന്നാണ് അന്ന് പറഞ്ഞത്. പക്ഷേ തത്വമായി അതേക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞത് ഹൈക്കോടതിയിൽ ദേവസ്വം ബോർഡ് അങ്ങോട്ട് ആവശ്യപ്പെടുകയായിരുന്നു മാധ്യമങ്ങളെ നിയന്ത്രിക്കാൻ ഒരു നടപടി വേണം എന്നുള്ളത്. അങ്ങനെ ഇവർ വാങ്ങിയെടുത്ത അപ്പോൾ ഹൈക്കോടതി പറഞ്ഞു ദേവസ്വം ബോർഡിന് തീരുമാനിക്കാം അവിടെ ആരെ കയറ്റണമെന്നും ആരെ കയറ്റണ്ട എന്നുമൊക്കെ. ആ ഒരു ഉണ്ടാക്കിയെടുത്ത നിയമത്തിൻ്റെ പിൻബലത്തിലാണ് ഇത്തരത്തിലുള്ള ഉഗ്രശാസനങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി ദേവസ്വം ബോർഡ് പുറത്തിറക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ ആ ശാസനങ്ങൾക്കിടയിലും തങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് തങ്ങൾക്കിഷ്ടപ്പെട്ടവർക്കൊക്കെ അവിടെ സിനിമാ ഷൂട്ടിങ്ങിനും അല്ലെങ്കിൽ വ്ളോഗർമാർക്ക് ഉത്സവ സമയത്തും വിശേഷ അവസരങ്ങളിലുമൊക്കെ അവിടെ കയറി ഇറങ്ങി നിരങ്ങാനുള്ള അവസരവും ദേവസ്വം ബോർഡ് ഇപ്പോഴും നിർബാധം നൽകുന്നുണ്ട്. അപ്പോൾ സൂചിപ്പിക്കാനുള്ളത് ഒന്നേ ഉള്ളൂ, ഈ സ്വർണ്ണക്കൊള്ളയൊക്കെ നടന്ന ശേഷം ജയകുമാർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ അദ്ദേഹത്തോട് അന്ന് തത്വമായി ചോദിക്കുകയുണ്ടായി, എങ്ങനെയാണ് ദേവസ്വം ബോർഡിലെ ഇപ്പോൾ വലിയ കലുഷിതമായൊരു അന്തരീക്ഷമാണ്, അപ്പോൾ ഇനി എങ്ങനെയാണ് മുന്നോട്ടുള്ള പോക്കെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒറ്റ വാക്കിൽ അന്ന് ഉത്തരം നൽകിയത് വലിയൊരു ശുദ്ധികലശം ആവശ്യമായിരിക്കുന്നു, മുഖം നോക്കാതെ നടപടിയെടുക്കും, ഒരു ശുദ്ധികലശം ഉണ്ടാകും, അതിലൂടെ ദേവസ്വം ബോർഡ് നേരെയാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കാണുമ്പോൾ ശുദ്ധികലശം നടന്നിട്ടുണ്ടോ എന്നുള്ളത് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് തന്നെ ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യമാണ്. എന്തായാലും സിനിമാ ഷൂട്ടിംഗ് നടന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നത്. അത് സന്നിധാനത്തും സന്നിധാനത്തിൻ്റെ പരിസര പ്രദേശങ്ങളിലും ഒപ്പം ഹിൽ ടോപ്പിലും നടന്നിട്ടുണ്ട്. അത് ആരുടെ പെർമിഷനോടുകൂടി ആരുടെ അനുമതിയോടുകൂടിയാണ് ഇത്തരത്തിൽ ഒരു സിനിമാ ഷൂട്ടിംഗ് ശബരിമല സന്നിധാനത്ത് നടന്നത് എന്നുള്ളതാണ് ഇനി കൂടുതൽ വ്യക്തത വരേണ്ട കാര്യം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ, HIV സ്റ്റാറ്റസോ. HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.